റൂൾ നമ്പർ 26 അല്ലെങ്കിൽ ലോ നമ്പർ 26 പ്രാക്ടീസ് ഓൺ ദ ഫീൽഡിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള കുറച്ച് അധികാരങ്ങൾ കൊടുക്കുന്നത്. പ്രാക്ടീസ് ഓൺ ദ പിച്ച് ഓർ ദ റെസ്റ്റ് ഓഫ് ദ സ്ക്വയർ. ദർ ഷാൽ നോട്ട് ബി എനി പ്രാക്ടീസ് ഓൺ ദ പിച്ച് അറ്റ് ദ ടൈം ഓൺ എനി ഡേ ഓഫ് ദ മാച്ചുള്ള ദിവസം ആ പിച്ചിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഒറിജിനൽ കളിക്കാൻ പോകണമല്ല, അത് കളിക്കാൻ സമ്മതിക്കില്ല പ്രാക്ടീസ്. ദർ ഷാൽ നോട്ട് ബി എനി പ്രാക്ടീസ് ഓൺ ദ റെസ്റ്റ് ഓഫ് ദ സ്ക്വയർ അറ്റ് എനി ടൈം ഓൺ ദ ഡേ ഓഫ് ദ മാച്ച് എക്സെപ്റ്റ് വിത്ത് ദ അപ്രൂവൽ ഓഫ് അമ്പയേഴ്സ്. റെസ്റ്റ് ഓഫ് ദ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിച്ച് കഴിഞ്ഞ് പിന്നെയും നമ്മൾ ചില ഏരിയാസ് കണ്ടിട്ടുണ്ടാവും അവിടെ പിച്ച് പോലെയൊക്കെ ചെയ്തേക്കുന്നതൊക്കെ. അപ്പോൾ ആ ഭാഗത്ത് പ്രാക്ടീസ് അമ്പയറിൻ്റെ അപ്രൂവൽ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല, എങ്കിലേ സമ്മതിക്കുള്ളൂ. പ്രാക്ടീസ് ഓൺ ദ ഔട്ട് ഫീൽഡ് ഓൺ എനി ഡേ ഓഫ് ദ മാച്ച് ഓൾ ഫോംസ് ഓഫ് പ്രാക്ടീസ് ആർ പെർമിറ്റ് ഓൺ ദ ഔട്ട് ഫീൽഡ്. ഔട്ട് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ 30 യാർഡ് കഴിഞ്ഞിട്ടുള്ള അവിടെയൊക്കെ പ്രാക്ടീസ് സമ്മതിക്കും. ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് പ്ലേ സമ്മതിക്കും, ആഫ്റ്റർ ദ ക്ലോസ് ഓഫ് പ്ലേ ആ ദിവസത്തെ കളി കഴിഞ്ഞ് സമ്മതിക്കും. ഡ്യൂറിങ് ലഞ്ച് ആൻഡ് ടീ ഇൻ്റർവെൽസ് ഓർ ബിറ്റ്വീൻ ദ ഇന്നിങ്സും സമ്മതിക്കും പ്രാക്ടീസ്. പ്രൊവൈഡിങ് ദ അമ്പയേഴ്സ് ആർ സർട്ടിഫൈഡ് ദാറ്റ് സച്ച് പ്രാക്ടീസ് വിൽ നോട്ട് കോസ് എനി സിഗ്നിഫിക്കൻറ്റ് ഡിറ്ററേഷൻ ഇൻ ദ കണ്ടീഷൻ ഓഫ് ഔട്ട് ഫീൽഡ്. അതായത് പ്രാക്ടീസ് ചെയ്ത് അവിടെ ഉഴുതുമറിക്കരുത്, അവിടുത്തെ ഔട്ട് ഫീൽഡ് നശിപ്പിക്കരുത് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. അത് അമ്പയർ ഉറപ്പ് വരുത്തും. അങ്ങനെയാണെങ്കിൽ സമ്മതിക്കും. ബിറ്റ്വീൻ ദ കോൾ ഓഫ് ദ പ്ലേ ആൻഡ് കോൾ ഓഫ് ടൈം. കോൾ ഓഫ് പ്ലേയും കോൾ ഓഫ് ടൈമിനിടയിൽ ഔട്ട് ഫീൽഡിൽ പ്രാക്ടീസ് സമ്മതിക്കും. കോൾ ഓഫ് പ്ലേ എന്ന് പറഞ്ഞാൽ കളി തുടങ്ങുന്നു, പിന്നെ കോൾ ഓഫ് ടൈം. ഇതിനിടയിൽ പ്രാക്ടീസ് സമ്മതിക്കുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഓൺലി ഫീൽഡേഴ്സ് ആസ് ഡിഫൈൻഡ് ഇൻ അപ്പൻഡിക്സ് പറയും. ഫീൽഡേഴ്സ് അതിൽ പറയുന്ന ഒരു മാത്രമേ ഇതിൽ വരാൻ പാടുള്ളൂ. നോ ബോൾ അതർ ദാൻ എ മാച്ച് ബോൾ ഈസ് യൂസ് ഫോർ ദിസ് പ്രാക്ടീസ്. മാച്ച് ബോളിലാണ്ട് വേറെ ബോൾ പ്രാക്ടീസിന് വയ്ക്കാൻ പറ്റില്ല. അതായത് നമ്മൾ കൈ കറക്ക് എന്നൊക്കെ പറയില്ലേ, ഇടയ്ക്ക് ഒന്ന് ബോൾ ചെയ്യുന്നതിന് മുമ്പൊക്കെ, ആ പ്രാക്ടീസൊക്കെ വേണം. നോ ബോളിംഗ് പ്രാക്ടീസ് ടേക്സ് പ്ലേസ് ഇൻ ദ ഏരിയ ബിറ്റ്വീൻ ദ സ്ക്വയർ ആൻഡ് ദ ബൗണ്ടറി ഇൻ ദ ഡയറക്ഷൻ പാരൽ ടു ദ മാച്ച് പിച്ച്. അപ്പോൾ നമ്മുടെ മാച്ച് പിച്ചിൻ്റെ ഡയറക്ഷന് പിച്ചിൻ്റെ പാരലായിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ ബോൾ ചെയ്യുന്നതിന് മുമ്പൊക്കെ ബോളർ കൈ ഇറക്കണം കാണാം. ആ ഒരു സംഭവമൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അത് പിച്ചിന് പാരലായിട്ട് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. അമ്പയേഴ്സ് ആർ സാറ്റിസ്ഫൈഡ് ദാറ്റ് ഇറ്റ് വിൽ നോട്ട് കോൺട്രാവിൻ ഐദർ ലോസ് മാച്ച് ബോളിൻ്റെ ചേഞ്ചിങ് കണ്ടീഷൻ മാറ്റുന്ന ലോ വരുന്നുണ്ട് 41-ൽ, ബോൾ ടാമ്പറിങ് പോലത്തതൊക്കെ. അപ്പോൾ അതേപോലെ ടൈം വേസ്റ്റിംഗ് ബൈ ഫീൽഡർ, അതൊക്കെ ലോ 41-ൽ വരുന്ന. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരുത്തില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന കേസുകളൊക്കെ ചെയ്യാം. If there is such contravention, the sanction in the law 41 shall be applied. അപ്പോൾ ലോ 41 പഠിക്കുമ്പോൾ അതിൽ മനസ്സിലാവും, അതിന് പല ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലോസ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ബോളിൽ എന്തെങ്കിലും വിഷയം വരുത്തുന്ന രീതിയിൽ പ്രാക്ടീസ്. അതുപോലെ ഇനി വാർണിംഗ് ഗിവൺ ഷാൽ ബി അപ്ലൈഡ് ടു ഫർദർ ഇൻസ്റ്റൻസസ് അണ്ടർ ബോത്ത് 26 and 41. അപ്പോൾ അൺഫെയർ പ്ലേ എന്നൊക്കെ പറഞ്ഞ ലോ 41-ൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ അങ്ങനത്തെ ഈ ബോൾ ടാമ്പറിങ് പോലത്തെ കേസുകളൊക്കെയാണ് കൂടുതൽ ഒരു ഇൻറ്റൻറ്റ് ചെയ്യുന്നത്, അതിൽ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇത് വരാത്ത രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ബേസിക്കലി ബോൾ ചെയ്യണതിന് മുമ്പ് ഒന്ന് കൈ ഇറക്കി ബോൾ തിരിച്ച് വേറെ ഫീൽഡറിൻ്റെ കയ്യിലേക്ക് എറിയുന്നു. ആ ഒരു സംഭവമാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ട്രയൽ റണ്ണപ്പ് എടുക്കുന്ന കേസ്, ബോൾ ഈസ് പെർമിറ്റഡ് ടു ഹാവ് എ ട്രയൽ റണ്ണപ്പ് പ്രൊവൈഡ് ദ അമ്പയർ ഈസ് സാറ്റിസ്ഫൈഡ് ഇറ്റ് വിൽ നോട്ട് കോൺട്രാവിൻ ഐദർ ലോസ് 41.9 ഓർ 41.2. പിച്ച് ഡാമേജ് ചെയ്യും, പിന്നെ ടൈം വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ റണ്ണപ്പ് ചെയ്യാൻ അമ്പയർ സമ്മതിക്കും. ട്രയലായിട്ട് റണ്ണപ്പ് വെറുതെ എടുത്ത് നോക്കണ്ടേ, കറക്റ്റ് തുടക്കത്തിലൊക്കെ ആയിരിക്കും എടുക്കുന്നത്. പിന്നെ വൺസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റണ്ണപ്പ് മാർക്ക് ചെയ്യും, നമ്മുടെ എത്ര സ്റ്റെപ്സ് എടുക്കണം എന്നുള്ളത്. പിന്നെ നമ്മളങ്ങനെ അധികം എടുക്കാൻ നിൽക്കാറില്ല. Penalties for contravention. All forms of practice are subject to provisions of law 41.3. മാച്ച് ബോൾ ചേഞ്ചിങ് കണ്ടീഷനും ടൈം വേസ്റ്റിങ്ങും ഫീൽഡറിന് ഡാമേജിങ് ദ പിച്ച്, അങ്ങനത്തെ ഉള്ള ഏത് ഈ ലോകൾ ഒരിക്കലും ലംഘിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തും. എന്നിട്ടായിരിക്കും പ്രാക്ടീസ് സമ്മതിക്കുള്ളൂ. ഇഫ് ദർ ഈസ് കോൺട്രാക്ഷൻ ഓഫ് എനി ഓഫ് ദ പ്രൊവിഷൻ അമ്പയർ ഷാൽ വാൺ ദ പ്ലെയർ. ആദ്യം അമ്പയർ ഇങ്ങനത്തെ ലോ എന്തായാലും ബ്രേക്ക് ചെയ്യുന്ന കണ്ട ഈ പരിപാടി നടക്കില്ല എന്ന് പറയും പ്ലെയറിനോട്. അടുത്ത അമ്പയറിനോട്, ക്യാപ്റ്റനോടും ഈ കാര്യം പറയും, എന്താണ് കാര്യം, എന്തുകൊണ്ടാണ് അത് സമ്മതിക്കാത്തത്. ഇത് കോൺട്രാക്ഷൻ ഈസ് ബൈ ദ ബാറ്റർ അറ്റ് ദ വിക്കറ്റ്. ഇനി ബാറ്ററിൻ്റെ വകയുള്ള പിച്ച് നശിപ്പിക്കലോ അങ്ങനെയുള്ള സംഭവമാണെങ്കിൽ അമ്പയർ ഷാൽ ഇൻഫോം ദ അതർ ബാറ്റർ ആൻഡ് ഈച്ച് ഇൻകമിംഗ് ബാറ്റർ ദാറ്റ് ദ വാർണിംഗ് ഹാസ് ബീൻ ഇഷ്യൂഡ്. ഇപ്പം നമ്മൾ പിച്ചിൻ്റെ ഡേഞ്ചർ ഏരിയാസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടി ഇപ്പോൾ നെക്സ്റ്റ് ഇന്നിങ്സ് അവരുടെ ബോളിംഗ് ആണെങ്കിൽ ബാറ്റ്സ്മാൻ ആ സെൻറ്ററിൽ കൂടെയൊക്കെ ഓടി പിച്ച് നശിപ്പിച്ച് കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് അവർ ബോൾ ചെയ്യാൻ വരുമ്പോൾ അവർക്ക് അഡ്വാൻറ്റേജ്. അപ്പോൾ അങ്ങനെയുള്ള വാർണിങ്സ് കൊടുക്കാറുണ്ട്. അത് വരുന്ന ബാറ്റ്സ്മാൻമാരോടും പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിന് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്, പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ.
അപ്പോൾ ആ ഒരു കാര്യമാണ് പറയുന്നത്. ക്യാപ്റ്റനോടും പറയണം, ബാറ്റ്സ്മാനോടും പറയണ കേസാണ് പറയുന്നത്. ഡ്യൂറിങ് ദ മാച്ച് ദർ ഈസ് എനി ഫർദർ കോൺട്രാക്ഷൻ ബൈ എനി പ്ലെയർ ഓഫ് ദ ടീം ദ അമ്പയർ ഷാൽ അവാർഡ് ഫൈനൻസ് പെനാൽറ്റി ടു ഓപ്പോസിറ്റ്. ഇപ്പോൾ പറഞ്ഞ കേസിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ, അതായത് ആ പിച്ചിൻ്റെ ബാറ്റ്സ്മാൻ കാരണം വന്നു കഴിഞ്ഞാൽ 5 റൺ പെനാൽറ്റി ഓപ്പോസിറ്റ് ടീമിന് അടിച്ചു കൊടുക്കും. മീൻസ് 5 റൺ അവാർഡ് ചെയ്യപ്പെടും. ഇൻഫോം ദ അതർ അമ്പയർ, സ്കോർ അതർ അമ്പയറിനോടും ക്യാപ്റ്റന്മാരോടും പറയും. ഇഫ് ദ കോൺട്രാക്ഷൻ ഈസ് ഡ്യൂറിങ് ദ പ്ലേ ബാറ്റേഴ്സ് അറ്റ് ദ വിക്കറ്റ്, ഡ്യൂറിങ് ദ പ്ലേ ആണ് ഇത് നടന്നതെങ്കിൽ ബാറ്ററുടെ അടുത്തും പറയും ഇതാണ് ഇതിൻ്റെ കൊടുക്കാൻ കാരണം എന്ന് പറയും. അമ്പയർ ടുഗദർ ഷാൽ റിപ്പോർട്ട് ദ ഒക്കറൻസ് ആസ് സൂൺ ആസ് പോസിബിൾ ആഫ്റ്റർ ദ മാച്ച് ടു ദ എക്സിക്യൂട്ടീവ് ഓഫ് ദ ഫെൻഡിങ് സൈഡ്. മാച്ച് കഴിയുന്ന പക്ഷം അതിൻ്റെ ഏത് ടീമാണോ ഈ നിയമലംഘനം നടത്തിയ അവരുടെ ഒഫീഷ്യൽസിനോട് പറയുന്നു. ഗവർണിംഗ് ബോഡി അവിടെ എന്താണോ, ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷനോ ആരാണോ അവരോട് പറയുന്നു. എന്നിട്ട് ഏത് ടീമിനെതിരെയോ ക്യാപ്റ്റനെതിരെയോ ആർക്കെതിരെയാണെന്ന് വെച്ചാൽ അവർക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുക്കാനുള്ള ഇത് നിർദ്ദേശം കൊടുക്കുന്നു. അതാണ് ഈ ലോ പറയുന്നത്, ലോ നമ്പർ 26. അപ്പോൾ പ്രാക്ടീസിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.